മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറയുക. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതിയിൽ തെളിവ് സഹിതം വാദിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു. ഇക്കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർപ്പ് ഉന്നയിച്ചില്ല. അനൂപ് ദാസ് ചേർന്ന വിവരങ്ങളുമായി. അനൂപ് ദാസ്, വിശദാംശങ്ങൾ എന്തൊക്കെ? ഇന്ന് രാവിലെ 11 മണിക്ക് വിധി വരും. വിധി വരുമ്പോൾ അതിന് 90% ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ വിധിയായിരിക്കും എന്നാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. അങ്ങനെയാണ് അഭിഭാഷകർ പങ്കുവെക്കുന്ന വിവരം. എന്തായാലും ഇവിടെ ദുർഗിലുള്ള സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ 8 ദിവസമായി കന്യാസ്ത്രീകൾ കഴിയുകയാണ്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഒരു സെല്ലിൽ 53 പേരുണ്ട്. അതിലാണ് ഇവരും കഴിയുന്നത്. വലിയ പ്രയാസമാണ്. അത്രയും പ്രയാസങ്ങൾ സഹിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്ന് അവിടെ പോയി കാണുന്ന MP-മാരോടും MLA-മാരോടും ബന്ധുക്കളോടും എല്ലാം കന്യാസ്ത്രീകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പുറത്തേക്ക് കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. 11 മണിക്ക് കേസെടുക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കേസ് വാദത്തിന് വന്നപ്പോൾ മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കി അതിനെ എതിർക്കാൻ പ്രോസിക്യൂഷൻ ശ്രമിച്ചിട്ടില്ല. അതേസമയത്ത് തെളിവുകൾ ഹാജരാക്കി തന്നെ അങ്ങനെ ഒരു തെറ്റ് നടന്നിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു എന്ന ആശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ജാമ്യം ലഭിക്കുമെന്നാണ് വലിയ പ്രതീക്ഷ. ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ, ഒപ്പം തന്നെ CPM-ന്റെ, കോൺഗ്രസിന്റെ, BJP-യുടെ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് ജോസ് കെ മാണി തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ചാണ്ടി ഉമ്മനെല്ലാം ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വലിയ പ്രതീക്ഷയിൽ ആളുകളെല്ലാം ഉണ്ട്. എന്തായാലും 11 മണി വരെ നമുക്ക് കാത്തു നിൽക്കാം. മാത്രവുമല്ല, ഈ 2 കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ 19 വയസ്സുള്ള ആദിവാസി യുവാവ് കൂടി ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലും ഇതിന്റെ കൂടെ തന്നെ, ഈ വിധിയുടെ കൂടെ തന്നെ എന്ത് എന്നറിയാൻ കഴിയും നമുക്ക്.